പ്രിയ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പീലിയുടെ ഗ്രാമം എന്നതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ എല്ലാവരും പോയി കാണുക. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകാം. കൂടാതെ നമ്മുടെ ചാനലിൽ 7ാം ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ, 5ാം ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ, ഹിന്ദി എന്നിവയൊക്കെ നൽകുന്നുണ്ട്. എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കുട്ടികളെ. ഫസ്റ്റ് പാർട്ടിൽ പീലിയുടെ കൂട്ടുകാർ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയതും പോകാൻ തയ്യാറായതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിക്കി പറയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിമും കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നുവെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പു പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നണേ. രണ്ടുപേരും രണ്ടഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടികൾ രണ്ടുപേരും നഗരത്തിൽ നിന്നാണ് വന്നതെങ്കിലും അവർ രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. വിക്കിൻ്റെ ലോകം മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും വൈഫൈയും മൊബൈൽ ഗെയിമുകളുമാണ്. അപ്പുവിന് നഗരത്തേക്കാൾ ഗ്രാമമാണ്. അവന് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നഗരത്തേക്കാൾ അവന് ഗ്രാമമാണ് ഇഷ്ടപ്പെട്ടത്. ഗ്രാമത്തിന് മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി കാണും. അച്ഛൻ പറയാണ്, ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചു ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ. എന്തൊക്കെ ലഭിച്ചപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളത്? ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്? അതിനെക്കുറിച്ചൊരു സെൽഫി വീഡിയോ ഉണ്ടാക്കാനെന്ന് പറയുന്നത്. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടു നോക്കാം. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നതും എന്നെല്ലാം അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ചില നാടുകളിൽ ആഴ്ചയിൽ ചന്ത ഉണ്ടാകും, വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും, കുടുംബശ്രീ നടത്തുന്ന ചന്തകൾ ഉണ്ടാവും. എന്തെല്ലാം സാധനങ്ങളാണ് ചന്തയിൽ വിൽക്കുന്നത്? പച്ചക്കറികൾ, പലതരം പച്ചക്കറികൾ. കുറേ കച്ചവടക്കാരുണ്ടാവും, പല കച്ചവടക്കാരും. പച്ചക്കറികൾ, പഴങ്ങൾ, മൺപാത്രങ്ങൾ, വസ്ത്രങ്ങൾ, മീൻ, സോപ്പ്, വീട്ടുപകരണങ്ങൾ, പല സാധനങ്ങളും. കുറേ ആളുകൾ ഇരുന്നിട്ട് കുറേ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യാം. കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയോ മുതിർന്നവരുടെയോ കൂടെ പോയി ചന്ത സന്ദർശിക്കണം. അവിടെയുള്ള ബഹളവും സാധനങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കണം. മക്കളെ, ഈ ചന്തയിൽ എന്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്? മൺപാത്രങ്ങൾ, മൺകുടങ്ങൾ അല്ലേ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, പഴങ്ങൾ, തെങ്ങോലകൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളുണ്ടല്ലേ അവരുടെ കയ്യിലൊക്കെ, തൊപ്പി, അങ്ങനെ പല സാധനങ്ങളുണ്ട് അല്ലേ. അതുപോലെ കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയും? തൊപ്പി, കൊട്ട, നക്ഷത്രം ഉണ്ടാക്കാൻ അറിയാം മക്കളെ. അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. അച്ഛൻ അവർക്ക് ഓല തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളൊക്കെ സമ്മാനിച്ചു. എന്നിട്ട് അത് അവരൊരു കുളത്തിൻ്റെ അരികിലെത്തി പീലി പറയാണ്, ഈ ഗ്രാമത്തിൽ ഇതുപോലെ ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. നീനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കുളത്തിലിറങ്ങി നീന്തുകയാണ്, കളിക്കുകയാണ്. നീനുവിന് അതിന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നീനു പറയാണ്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. ഇതാ മക്കളെ, ഇവിടെ ചിത്രം കണ്ടില്ലേ? ഇത് കാളപ്പൂട്ട് മത്സരം നടക്കുകയാണ്. കൊയ്ത്തിനു ശേഷം രണ്ടാം വിളവിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറ്. പീലി കൂട്ടുകാരെ ഗ്രാമക്കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം. ആദ്യം എന്ത് കണ്ടു? ആഴ്ച ചന്ത കണ്ടു, കുളം, പിന്നെ കാളപ്പൂട്ട് മത്സരം. അടുത്തത് എന്താണ് കാണുന്നത്? അവരുടെ നാട്ടിലെ ഉത്സവം. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് എന്നാണ് പീലി പറയുന്നത്.
നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ. ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് പീലിയും കൂട്ടുകാരും രാത്രിയിൽ തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടുണ്ടാക്കി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി അവരിങ്ങനെ മടങ്ങുന്ന സമയത്ത് രാത്രി കാഴ്ച കണ്ട് നിൽക്കുകയാണ് പീലിയും കൂട്ടുകാരും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ എന്തെല്ലാം രാത്രി കാഴ്ചകളാണ് കാണുക? നമുക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രവും വെച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. രാത്രി കാലങ്ങളുടെ ചിത്രം എങ്ങനെ വരയ്ക്കുക? ആകാശത്തൊക്കെ നോക്കി നിൽക്കുമ്പോൾ എന്തൊക്കെ കാണാൻ കഴിയും? ചന്ദ്രന്, നക്ഷത്രങ്ങൾ, ഇപ്പോൾ ദൂരെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മലകൾ ഇങ്ങനെ ഇരുണ്ട കളറായിട്ട് കാണാം അല്ലേ? ഇതെല്ലാം നന്നായി വരച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. അപ്പു പറയാണ്, എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. ഗ്രാമത്തെപ്പറ്റി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. വിക്കി എന്താ പറയുന്നത്? നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. ചമേലി പറയുന്നത്, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്ന് മാ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അസമിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്നാണ് പറയുന്നത്. മക്കളെ, പീലിയുടെ കൂട്ടുകാർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് എഴുതൂ. എങ്ങനെ എഴുതാം? പീലിയുടെ വില്ലേജ് പോലെ തന്നെയാണ് എൻ്റെ വില്ലേജും. എൻ്റെ നാട്ടിൽ പൂരങ്ങളും പെരുന്നാളും ചന്തകളും നടക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ വലിയൊരു കുളമുണ്ട്. അവിടെ അയൽ ഗ്രാമത്തിലെ കുട്ടികൾ നീന്തൽ പഠിക്കാൻ വരാറുണ്ട്. പീലിയുടെ ഗ്രാമത്തെ പോലെ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറില്ല. പീലിയുടെ ഗ്രാമം കാണാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. ഇനി നിങ്ങളുടെ ഗ്രാമത്തിലുള്ള പ്രത്യേകതകളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതണം. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്കും പീലിയുടെ കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ ഇതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. വിക്കി പറയാണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാവൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. അപ്പു എന്താ പറയുന്നത്? വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അടുത്തത് ചമേലി. എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. നീനുവിന് നടക്കാനൊന്നും കഴിയില്ലല്ലോ, വീൽ ചെയറിലല്ലേ. അവൾ പറയാണ്, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പീലിയുടെ 4 കൂട്ടുകാരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞു. പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അനുഭവങ്ങളാണ്, അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരുമായി പങ്കുവെക്കൂ. പീലിയുടെ ഗ്രാമത്തിലൂടെ പോയപ്പോൾ അവർക്കുണ്ടായ ധാരണകളൊക്കെ തിരുത്തി പറഞ്ഞ് അവരുടെ അറിവുകളും അനുഭവങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതോടെ പീലിയുടെ ഗ്രാമം എന്ന് പറഞ്ഞ ഫസ്റ്റ് യൂണിറ്റ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.